പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കർത്താവ് കൂട്ടായിട്ടിരുന്നു. ആമേൻ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ പരിപാലിച്ച ദൈവത്തിന്, നമ്മുടെ പിതാവിന്, കർത്താവിന് കരമുയർത്തിയിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് അമേൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് സഹായിച്ചില്ലേ? അമേൻ. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഉറക്കം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ദാനമാണ്. അമേൻ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ ദൈവം കൃപ ചെയ്തെങ്കിൽ കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അമേൻ, ഈ രാവിലെ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞ്, നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയതാകയാൽ അമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവിനെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കൈ ഉയർത്തി പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും വിടുവിച്ച് ജയത്തോടെ ഈ പകൽക്കാലം നമ്മളെ നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ കൈകൾ ഉയർത്തി വിശ്വാസത്താൽ കണ്ടുകൊണ്ട്, ഈ പകലിനെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട്, കർത്താവ് കൈ പിടിച്ച് നടത്തുന്നത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ മുഖത്തേക്ക് നോക്കുന്നവരെ പ്രകാശിപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങ് സകല നാമത്തിലും മേലായ നാമം അങ്ങയുടെ നാമമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. 50-ാം സങ്കീർത്തനം 14-ാമത്തെ ഭാഗം. അത്യുന്നതന്റെ നേർച്ചകളെ കഴിക്കുക. 23-ാമത്തെ വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട് അശ്രദ്ധരായിട്ട് ആരും നിൽക്കരുത്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഏക മനസ്സോടെ അപ്പൻ്റെ അടുക്കിലേക്ക് വരിക. അപ്പന് ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലൂടെ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള കരുണ ഓർക്കുമ്പോൾ നന്ദി പറയുന്നപ്പാ. അങ്ങ് ഞങ്ങൾ ഇതുവരെ കരുതിയത് ഓർക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും സ്തോത്രം പറയുന്നു. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങയുടെ സ്പെഷ്യലായ ഒരു ഗ്രേസ് അവരുടെ മേൽ വ്യാപരിക്കണമേ. അങ്ങയുടെ പ്രത്യേകമായ ഒരു കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ അപ്പാ. തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കണം, അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവർക്ക് ആവശ്യമായ സ്വസ്ഥതയെ കൊടുത്ത് ഇന്ന് പകൽക്കാലം കർത്താവെ അവരെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ കാർമേഘങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനാൽ മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക സമാധാനവും അസാധാരണ സന്തോഷവും അസാധാരണ സ്വസ്ഥതയും ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനിഫെസ്റ്റഡ് ആകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. ദൈവിക ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് മിറക്കിൾ വർക്കിംഗ് ഗോഡാ. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച പകൽക്കാലം യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിച്ചതിന് സ്തോത്രം.
അപ്പോൾ ആ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകമായിട്ട് കർത്താവെ ആമേൻ അവൻ ദൈവസഭകൾ വളരട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നട്ടലിന് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നടുവിൻ്റെ അടിഭാഗത്ത്, നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വേദനയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്ത് പ്രശ്നമുണ്ടോ അത് നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറി പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകുന്നതിന് സ്തോത്രം. ചെവിക്കകത്തുള്ള ഇൻഫെക്ഷനുകൾ, ആമേൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ചെവിക്കകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽ അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ. ദിവസങ്ങളായി മാസങ്ങളായി നിൽക്കുന്ന ചുമയും പനിയും ഒക്കെയും ഇന്ന് പകൽ അത്ഭുതകരമായി സൗഖ്യമാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീർന്നു. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ദൈവിക ഉണർവ് ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അനുവദിച്ചാൽ 8:15 രാവിലെ ഇന്ത്യൻ സമയം 8:15 ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. 1 സാമുവേൽ ചാപ്റ്റർ നമ്പർ 14:6. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം എന്നിട്ട് പറയുക, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആ കൈ ഉയർത്തിയിട്ട് പറ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് പറ, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ആമേൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറ, ധൈര്യമായിട്ടിരിക്കുക. ഏത് വിഷയമാണെങ്കിലും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വാസത്താൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്ക് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവൻ ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയാകും. അത് കഴിഞ്ഞിട്ടുള്ള അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ല. അപ്പം നമ്മൾ ചിലപ്പം ചിന്തിക്കും, കർത്താവേ എങ്ങനായിരിക്കും, എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ അല്പമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെറിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് സാമ്പത്തികമായ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെ അധികം കൊണ്ടും അല്പം കൊണ്ടും ആമേൻ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ വിധവയുടെ വീട്ടിലെ അല്പം എണ്ണ കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം. ആ നിങ്ങളുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അതുകൊണ്ട് അത്ഭുതം ചെയ്യുവാൻ, അധികം കൊണ്ടും അല്പം കൊണ്ടും അത്ഭുതം ചെയ്യാൻ, പ്രവർത്തിക്കുവാൻ, ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, വിധവയുടെ വീട്ടിൽ ആമേൻ അല്പം എണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാവശ്യത്തെ ആഹാരത്തിനുള്ള മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ മാവും ആ എണ്ണയും വർദ്ധിപ്പിച്ച് തൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കണം. നിങ്ങൾ വിചാരിക്കും, കർത്താവേ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, മതി. നിന്നെ ഉള്ള വിദ്യാഭ്യാസത്തിലൂടെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സമർപ്പിക്കുകയും ചെയ്താൽ അവൻ വിദ്യാഭ്യാസത്തെ മാറ്റും. വിദ്യാഭ്യാസത്തിന് ഒരു വിഷയമാകത്തില്ല. അയ്യോ കർത്താവേ, എൻ്റെ ആകെ ഇത്രയും പണമേ ഉള്ളല്ലോ, അതും സാരമില്ല. അവൻ ഉള്ളതുകൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവം മതിയായവനാ. വിശ്വസിക്കണം, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എന്നാൽ ഇതിലൂടെ ഈ വിഷയത്തെ പരിഹരിക്കുവാൻ കർത്താവിന് കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവിക അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. വിശ്വസിക്കുക, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ വന്ന് പറയുന്നു, അവൻ നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. അപ്പം മറിയ ചോദിക്കുക, അയ്യോ ഞാൻ പുരുഷനെ അറിയാത്ത സ്ത്രീയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് ഗബ്രിയേൽ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങളുടെ അധികം കൊണ്ടും നിങ്ങളുടെ അല്പം കൊണ്ടും പ്രവർത്തിപ്പാൻ, അത്ഭുതം ചെയ്യാൻ, ഇന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. അവൻ 5 അപ്പം മാത്രമേ ഉള്ളൂ,
2 മീൻ മാത്രമേ ഉള്ളൂ. മുമ്പിലിരിക്കുന്ന 5000 പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ. പക്ഷെ അല്പം കൊണ്ട് അത്ഭുതം ചെയ്യാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കണം, നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കണം, അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കുടുംബമായിട്ട് വിശ്വസിക്കണം, ഇത് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. സഹോദര, വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. സഹോദരി, നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവൻ അധികം കൊണ്ടും അല്പം കൊണ്ടും അത്ഭുതം ചെയ്യാൻ, പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ദൈവമക്കൾ പ്രത്യാശയിൽ സമ്പന്നരായി തീരണം. അവൻ വിശ്വസിക്കണം, പറയണം, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇതുകൊണ്ട് അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ ഇതുവരെ എല്ലായിടത്തും നിങ്ങൾ ചെന്നപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ളോ, ഇതേ ഉള്ളോ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് വിശ്വസിക്കുക, ഇതിനകത്തൂടെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ അധികമായാലും നിങ്ങളുടെ അല്പമായാലും അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. കർത്താവ് വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ നിങ്ങൾ സഭായോഗത്തിൽ പങ്കാളികളാകുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.